നമുക്കൊന്ന് മീനും ഇല്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് അടിപൊളി കറികൾ ഉണ്ടാക്കിയാലോ. എപ്പോഴും മീനും ഇറച്ചിയും കൂട്ടണമെന്നൊന്നുമില്ലല്ലോ, ഒരു ദിവസം പച്ചക്കറിയെല്ലാം ആകാം. അങ്ങനെ കഷ്ണ ഇളവനുണ്ടായിരുന്നു, അതെടുത്ത് ചെറുതായി അരിഞ്ഞ് നമ്മളൊരു കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ച് നന്നായി വേവിച്ചെടുത്തേ. മീനും ഇറച്ചിയില്ലാണ്ട് എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ചോറ് കഴിക്കാനേ. മക്കൾക്കും പച്ചക്കറി കൂട്ടാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. മക്കളെ കൊണ്ട് എങ്ങനെയെങ്കിലും പച്ചക്കറി ഇന്ന് കൂട്ടിക്കണം. അങ്ങനെ നമ്മളെ ഇളവനെല്ലാം കുക്കറിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ മിന്നാന്ന് കുറച്ച് ചിപ്സ് ഉണ്ടാക്കിയിരുന്നേ. അപ്പോൾ ആ പച്ചക്കായൻ്റെ തൊലി ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിരുന്നേ. എനിക്ക് പച്ചക്കായ തൊലിയില്ലേ, അതിൻ്റെ വറു ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും എനിക്ക് അത് ഒരു ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ് ചോറിൻ്റെ കൂടെ. അതുമുതൽ ഞാൻ പച്ചക്കായൻ്റെ തൊലി കളയാറേ ഇല്ല. എപ്പോൾ പച്ചക്കായ വാങ്ങിയാലും അതിൻ്റെ തൊലി ഞാൻ മാറ്റി വെച്ച് പിറ്റേന്ന് വറവുണ്ടാക്കും. അങ്ങനെ അതിലേക്ക് ആവശ്യമായ തേങ്ങയും പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വറവിന് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല കളറുണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കണേ എല്ലാവരും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണേ. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ കായ്ത്തൊലിയും എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിലൊരു ചട്ടി വെച്ച് നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് വറവിന് എന്തായാലും വെളിച്ചെണ്ണ തന്നെ ടേസ്റ്റ് ഉണ്ടാകാൻ, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ മിക്സ് ചെയ്ത് വെച്ച വറവിനാവശ്യമായ സാധനം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത്. മീനില്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നം എനിക്ക് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും മീൻ വേണ്ട, അവർക്ക് വേണ്ടത് ചിക്കന് ബീഫ് അതെല്ലാം മതി. പിന്നെ മീനാണെങ്കിൽ ചെമ്മീൻ, മുള്ളില്ലാത്ത മീനേ പിള്ളേർക്ക് വേണ്ടു. എനക്കാണെങ്കിൽ എന്തായാലും മതി. അങ്ങനെ വറവെല്ലാം അടുപ്പിലാക്കി ചെറിയ തീയിൽ നമ്മൾ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇളവനും വെന്തിട്ടുണ്ട്. 2-3 വിസിലടിച്ചേരം നന്നായി വെന്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കാറ് ഒരു തട്ടിക്കൂട്ട് പച്ചടിയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ തേങ്ങയും കടുകും പച്ചമുളകും ഇഞ്ചിയെല്ലാം ചേർത്ത് നന്നായി അരച്ചിട്ടുള്ള ഒരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി അരമുറി തേങ്ങയും എടുത്ത് 2 പച്ചമുളകും 2 കഷ്ണം ഇഞ്ചിയും ചേർത്ത് അത് ആദ്യം നന്നായി അരച്ചെടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കണേ. തേങ്ങയിൽ അരച്ചെടുത്ത ശേഷമാണ് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത്. പിന്നെ അധികം അരക്കാൻ പാടില്ലേ, അധികം അരച്ചാൽ പിന്നെ കടുകിൻ്റെ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും. അപ്പോഴേക്കും നമ്മളെ കായ്ത്തൊലി വറവ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് അപ്പുറത്തെ ചെറിയ അടുപ്പിലേക്ക് മാറ്റി ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചടിക്ക് ആവശ്യമായി നമ്മൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെന്ത ഇളവിനിട്ട് കൊടുത്ത്. പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു, കുറേയൊന്നുമില്ലേ, അധികം പുളി ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് തൈരുള്ളതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത്. പിന്നെ ഇത് അധികം തിളക്കൊന്നും ചെയ്യണ്ടല്ലോ, തിളക്കാതെ തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി നമ്മളൊരു ചെറിയ ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. ഈ പച്ചടിയിലേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച അതേ രുചിയിലാണ് അന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത്. മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് മനസ്സിലായല്ലോ. എന്തായാലും എപ്പോഴൊന്നും ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റൂലേ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മീനില്ലാണ്ട് ശരിയാവുകയേ ചെയ്യില്ല. അങ്ങനെ വറവും ശരിയായി, പച്ചടിയും ശരിയായി. ഇനി വേണ്ടത് നമ്മൾ മാങ്ങ ഉണ്ട്, പച്ചമാങ്ങ, അതിനെ കൊണ്ട് ഒരു ചമ്മന്തി ആക്കുന്നുണ്ട്. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, നമ്മളെ പറമ്പിലുള്ള മാങ്ങ നമുക്കില്ല, അയൽവാസികൾ കൊണ്ട് തരുന്നതാണ്. പിന്നെ തേങ്ങ നമ്മളതാണ്. തേങ്ങയും പച്ചമുളകും കഷ്ണം ഇഞ്ചിയും എല്ലാം ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ കുറച്ച് നാൾ മുമ്പ് നമുക്കൊരാൾ കുറച്ച് മാങ്ങ കൊണ്ട് തന്നിരുന്നു. അത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി പച്ച മാങ്ങയെന്നേ അത് ചെറുതായി അരിഞ്ഞ് നമ്മളൊരു കടുമാങ്ങയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തു, അതും കൂടി ഉണ്ടായിരുന്നു നമ്മളെ ഭക്ഷണത്തിൻ്റെ കൂടെ.
പഴത്തൊലി കൊണ്ട് വറവുണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി രുചിയാണ് കേട്ടോ. ആ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വറവാണ്. എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്ക് ഇരിക്ക പൊറുതിയില്ലാണ്ടായി. ഇതിൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം ഒരുവിധം ആയി കിട്ടി. പിന്നെ നമ്മൾ കിച്ചൺ വൃത്തിയാക്കണ്ടേ, അതെല്ലാം എല്ലാവരും കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ എല്ലാവരും പോയി ഫ്രഷ് ആയതിന് ശേഷമാണ്, അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാലോ, പിന്നെയുണ്ടല്ലോ പണി. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കണം, വീണ്ടും കിച്ചൺ വൃത്തിയാക്കണം. ഇതന്നെ നമ്മളെ വീട്ടമ്മമാർക്കുള്ള ഒരു പണി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. എല്ലാവരും പോയി നിസ്കരിച്ചു റെസ്റ്റ് എടുത്തു. പിന്നെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം 4-5 മണിക്ക് ശേഷമാണ്. ഈ ചൂടുകാലത്ത് കുറച്ച് റെസ്റ്റ് എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. ഒരേ പണിയെടുത്ത് അടുക്കളയിൽ തന്നെ ഒരേ നിൽപ്പ് നിൽക്കണ്ടേ, കാലൊക്കെ നന്നായി വേദനിക്കും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ആദ്യമേ സൂക്ഷിച്ചാൽ നല്ലതാണ്. കുറച്ച് പണിയെടുക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ആരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. സാധനമൊക്കെ കുറച്ചധികം വാങ്ങി വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് ചൂടാണ്. ഇന്നലെ കുറച്ച് മഴ പെയ്തതുകൊണ്ട് കുറച്ചൊരാശ്വാസം ഉള്ളതുപോലെ ഉണ്ട്, അല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെ ചോറ് വിളമ്പുന്നത് വെറുതെ ഒന്ന് കാണിക്കുന്നതാണ്. എല്ലാവർക്കും കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? കൊതിയാവുന്നെങ്കിൽ നാളെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ.